ഹലോ അജയ്, ട്രോപ്പിക്കൽ ടെറസ് ഗാർഡന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. പരിചയപ്പെടാൻ പോകുന്നത് തായ്ലൻഡ് റെഡ് ജാംബയാണ്. ഈ മരം ഞാൻ 8 വർഷം മുമ്പ് നിലത്താണ് നട്ടത്. 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് കായ്ച്ചു തുടങ്ങി. ഇപ്പോൾ 8 വർഷം എത്തി നിൽക്കുമ്പോൾ ഏകദേശം 150 കിലോയോളം ജാമ്പയ്ക്ക എല്ലാ വർഷവും എനിക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പ്രധാനമായിട്ടും മാർച്ച് തൊട്ട് ജൂൺ വരെയാണ് ഇത് കായ്ക്കുന്നത്. മാർച്ച് തൊട്ട് മെയ് വരെയുള്ള കാലയളവിൽ ഉണ്ടാകുന്ന ജാമ്പയ്ക്ക നല്ല കടും മധുരമുള്ളതാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന ഈ ജാമ്പയ്ക്ക നിങ്ങളുടെ കളക്ഷനിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്കൊരു ജാമ്പയ്ക്ക കഴിച്ചു നോക്കാം. അധിക ജാമ്പയ്ക്കയും സീഡ്ലെസ് ആണ്. വളരെ റയറായിട്ട് സീഡുള്ള ജാമ്പയ്ക്കയും ഇതിനകത്തുനിന്ന് കിട്ടാറുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് സീഡ് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. നമുക്കൊന്നത് മുറിച്ച് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഒരു വലിയ സീഡുണ്ട്. സാധാരണ 99% ജാമ്പുകളിലും സീഡ് ഉണ്ടാകാറില്ല. ഇതിനകത്ത് ഫുള്ള് ഈ ഭാഗം റെഡ് ആയാലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇപ്പോൾ തന്നെ നല്ല കടും മധുരമാണ്. ഈ ഭാഗം കുറച്ച് റെഡ് ആയി കഴിഞ്ഞാൽ കുറേ കൂടി നമുക്ക് മധുരം കിട്ടും. ഏതായാലും നിങ്ങളുടെ കളക്ഷനിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തായ്ലൻഡ് റെഡ് ജാമ്പയെ ഉൾപ്പെടുത്താം. ഇനി അടുത്തൊരു ജാമ്പയ്ക്ക് എടുത്ത് നോക്കാം. ഇതിൽ സീഡ് ഉണ്ടോയെന്നൊന്ന് നോക്കാം. ഇതിൽ സീഡില്ല. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇതിന് നല്ല മധുരമുണ്ട്. എന്നാലും ഇത് കുറച്ചുകൂടി ചുമക്കാനുണ്ടാകും വശം. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് കടും മധുരത്തോടെ ഈ ചാമ്പയ്ക്ക കഴിക്കാവുന്നതാണ്. പലരും പറയുന്നൊരു പ്രശ്നമാണ് ജാമ്പക്കയിലൊക്കെ പുഴുണ്ട് എന്നുള്ളത്. അപ്പോൾ പുഴുവിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ മാർച്ച് 1-ാം തീയതിയാണ് നിങ്ങളുടെ ജാമ്പയ്ക്ക പൂക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ മൊട്ട ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ബിവേറിയ ബാസിയാന എന്ന് പറഞ്ഞ ജൈവ കീടനാശിനി അത് ലിക്വിഡ് ഫോമിൽ കിട്ടും. 5 ml 1 ലിറ്റർ എന്ന അളവിൽ വെള്ളത്തിലെടുത്തിട്ട് ഒരു 0.5 ml ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറ്റിംഗ് ഏജൻറ്റും കൂടി ചേർത്തിട്ട് മരം മുഴുവനും നന്നായിട്ട് സ്പ്രേ ചെയ്യുക. അതായത് ഇലയുടെ അടിയിൽ, ഇലയുടെ മുകളിൽ, ഈ പൂവിൽ, മൊട്ടിലെല്ലാം നമുക്ക് സ്പ്രേ ചെയ്യാം. അങ്ങനെ ഓരോ ആഴ്ച ഇടവിട്ട് 4 തവണയായിട്ട് ഈ മരത്തിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പുഴുക്കളൊന്നും ഇല്ലാത്ത ജാമ്പയ്ക്ക നമുക്ക് കഴിക്കാൻ കിട്ടും. പിന്നെ ഇത് ഒരിക്കലും പോളിനേഷനെ തടസ്സപ്പെടുത്തുന്നില്ല. പൂ വിരിഞ്ഞില്ലെങ്കിലും ഏത് സമയത്താണെങ്കിലും ഇത് സ്പ്രേ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് കീടബാധകളെ നന്നായിട്ട് നിയന്ത്രിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് തായ്ലൻഡ് റെഡ് ജാമ്പയാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് വളരുന്ന ഈ ഇനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കളക്ഷനിൽ ഉൾപ്പെടുത്താം. ഇത് കമേഴ്ഷ്യലായിട്ട് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഒരു 150 കിലോയോളം ജാമ്പയ്ക്ക കിട്ടുന്നു എന്ന് വെച്ചാൽ ഇവിടെ എറണാകുളത്തൊക്കെ ഇതിന് 80 രൂപ തൊട്ട് 100 രൂപ വരെ കിലോയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു വർഷത്തിൽ ആ പീക്ക് സീസണിൽ, അതായത് മാർച്ച് തൊട്ട് മെയ് വരെയുള്ള മാസങ്ങളിൽ കിട്ടുന്ന ജാമ്പയ്ക്ക തന്നെ ഏകദേശം അതിൻ്റെ വാല്യൂ നോക്കിയാൽ ഒരു 10,000 രൂപയോളം വില വരുന്ന ജാമ്പയ്ക്കയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാന മാർഗമാണ് തായ്ലൻഡ് ജാമ്പയുടെ കൃഷി. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ രീതിയിൽ ഒരു കൃഷിയെപ്പറ്റി ആലോചിക്കാവുന്നതാണ്. ഇനി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.